ഹലോ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ 12ാമത്തെ നോമ്പിലാട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ വീട്ടിലാണ് ഉള്ളത്. 2 ദിവസമായി വീട്ടിലേക്ക് വന്നിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളായിട്ട് ഉറക്കവും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പോയിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഏതായാലും പുറത്ത് പോയിട്ട് നോമ്പ് തുറക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്തുള്ള പരപ്പനാടി തൂവൽ തീരം എന്നുള്ള ആ ഒരു ബീച്ചിലോട്ട് പോയിട്ട് നോമ്പ് തുറക്കാനാട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള മെയിൻ മന്തിയാണ്, അത് ബീഫ് മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കടയിൽ നിന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനൊരു ചെറിയ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതിനുള്ളതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ജ്യൂസ്, അതേപോലെ വെള്ളം, തരിക്കഞ്ഞി, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാണ്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകട്ടോ. അവിടെ പോയിട്ട് എങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ ബേബീസിനൊക്കെ വെച്ചിട്ടാണ് അവർ നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും കൂടെ, ഇനിയിപ്പോൾ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ചിട്ട് ഒരു പണിക്കും നിൽക്കാൻ പറ്റില്ല കേട്ടോ. ആരെങ്കിലും ഒരാളെ അവരുടെ കൂടെ വേണം, എന്നാൽ പിന്നെ അവരങ്ങനെ കളിക്കൂട്ടോ. അല്ലാതെ ഒരുമിച്ചിട്ട് പണിയെടുക്കാമെന്നും അപ്പം നമ്മളെ കൂടെ അവിടെ കളിച്ചിരിക്കുന്നില്ല, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും ഒരുമിച്ച് കിച്ചണിൽ കയറിയപ്പോൾ ബേബീസിന് കരച്ചില്ല കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഉമ്മ ഇവിടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഗരം മസാല ഇട്ടോ, നല്ല അടിപൊളി മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ബേബീസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ, എടുക്കെടുക്കും. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഓരോ ജോലി ചെയ്യുന്നത് കേട്ടോ. ഉമ്മ തരി ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ ചായ ഒക്കെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മെയിൻ ഫുഡ് അവിടെ തന്നെ കഴിക്കാമെന്നാണ് വിചാരിക്കണത്. എങ്ങനെയെന്നൊന്നും അറിയില്ല, എത്രത്തോളം പറ്റുന്നൊന്നും അവിടെ പോയാലല്ല അവസ്ഥ അറിയാൻ പറ്റുള്ളൂ അല്ലേ. ഒരുപാട് റീൽസും ഷോർട്സൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ പുറത്ത് പോയിട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഇങ്ങനെ നമ്മൾ ഈ സമയത്തൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലാണ് ബേബീസിനായിട്ട്. അപ്പോൾ അതൊന്നും ആലോചിക്കാൻ തന്നെ പറ്റണില്ല കേട്ടോ. അന്നത്തതൊക്കെ നമ്മൾ ഈ സമയത്തൊക്കെ ഇതേപോലെ ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്നൊക്കെ ഹോസ്പിറ്റലിലേക്ക് കയറി ഇറങ്ങൽ തന്നെയായിരുന്നു കേട്ടോ പണി. അപ്പം അന്ന് നമ്മളെ കൂടെ കുഞ്ഞുട്ടിയാക്കിയും കൂടെ ഉണ്ടായിന്. ഈ നോമ്പിന് കുഞ്ഞുട്ടിയാക്കില്ല, അത് ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ കുഞ്ഞുട്ടിയാക്കി ഇല്ലാതെ നോമ്പൊക്കെ ഇങ്ങനെ കൂടുന്നത് കേട്ടോ. അപ്പം ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അസിമോക്ക് ഇന്ന് സ്കൂളില്ല, ഇന്ന് സാറ്റർഡേ ആണല്ലോ, നാളെ സൺഡേ ആണ്. അപ്പോൾ ക്ലാസ്സില്ല. അപ്പോൾ നമ്മൾ എല്ലാവർക്കും സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം പിന്നെ സ്കൂൾ കൂട്ടാനൊക്കെ ആയി. ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഉറങ്ങി എണീച്ചതാട്ടോ. അപ്പോൾ അസിമോളെ ഇതിൻ്റെ എളാപ്പാൻ്റെ മോളാണ്. അവർ രണ്ടാളും ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ. രണ്ടാളും സെയിം ഏജാണ്. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ പറയട്ടോ ഇവരോ ട്വിൻസാണോ എന്നൊക്കെ ചോദിക്കും. അപ്പം അവരൊക്കെ റെഡിയായി. ബേബീസ് കരച്ചിൽ. അപ്പോൾ ഞാനിങ്ങനെ മടിയിൽ വെച്ചിട്ട് ഇരിക്കട്ടെ, രണ്ടാളുണ്ട് മടിയിൽ. പിന്നെ ഉമ്മയും എളാമ്മ അവരൊക്കെ മാറ്റിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ആരൊക്കെ ഉള്ളത് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളുണ്ട്, പിന്നെ ഉമ്മ, ഉപ്പ, പിന്നെ അനിയൻ എക്സാമിന് പോയതാണ്. അനിയത്തി വന്നിട്ടില്ല കേട്ടോ നോമ്പിന്. അവള് ഹസ്ബൻഡ് ഗൾഫ് പോകണ തിരക്കൊക്കെയാണ്. അപ്പോൾ അതായിട്ട് അവൾ വന്നിട്ടില്ല. പിന്നെ എളാപ്പാൻ്റെ വൈഫും മക്കളും ഉണ്ട്. പിന്നെ ഞങ്ങൾ അടുത്ത വീട്ടിലുള്ള താത്തയും മോളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉപ്പ അങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഉപ്പക്ക് ഷോപ്പ് ഉച്ചൻ്റെ ശേഷമാണ് തുറക്കുക. കാരണം നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വൈകുന്നേരത്തെ ആ ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പ അങ്ങോട്ട് എത്തിക്കോളാൻ പറഞ്ഞിട്ട് ഞങ്ങളോട് നേരത്തെ പോയിട്ട് അല്ലാതെ സെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്. പക്ഷേ നേരത്തെ പോലൊന്നും നടന്നിട്ടില്ല. നമ്മൾ ഏകദേശം 6 മണി ആയിക്കില്ല. കാണില്ല ചാറ്റെടുത്താണ് ഒച്ചോളി കാണൂല നിങ്ങൾ നോമ്പെടുക്കാൻ പോകുമ്പോൾ അവരൊക്കെ നോമ്പിട്ട് ക്ഷീണിച്ചിട്ട് നമ്മള് പിന്നെ അല്ലാതെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ട് എല്ലാവരും കിച്ചൺ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരും ഇല്ല കേട്ടോ. അനിയനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഹെൽപ്പായിരിക്കും. മക്കളൊക്കെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോയിലാട്ടോ പോകുന്നത്. അപ്പം അങ്ങോട്ട് അപ്പോൾ അസിമോളും മേളാപ്പാനും മോളും പിന്നെ ഇതിൻ്റെ അനിയത്തിയാണ്. അപ്പോൾ എല്ലാവരും കയറി ഞങ്ങളുടെ പോയി നിൽക്കട്ടെ. ഡ്രൈവർ പറയേണ്ടത് നിങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനും ബാങ്ക് കൊടുക്കും എന്നൊക്കെ. അപ്പോൾ എങ്ങനെയും എത്തിക്കാതെ
അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ഒരു ഇതിലായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി. നമ്മൾ ആ ഒരു പരപ്പനങ്ങാടി സ്കൂളിൻ്റെ സൂപ്പർകുട്ടി സ്കൂളിൻ്റെ ആ റോഡിനായിട്ട് പോയത്. അപ്പോൾ നമ്മളവിടെ ഏകദേശം എത്താറായപ്പോഴത്തേനും ബാങ്ക് കൊടുത്തു. അപ്പോൾ വണ്ടിയിൽ തന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ടു. പിന്നെ പോയോണ്ടിരിക്കണം. അപ്പോൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഓരോരുത്തർ ഫാമിലി ആയിട്ട് ഇരിക്കുന്നതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ശരിക്കും കാണുന്നുണ്ടോ അറിയില്ല. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ നമ്മളവിടെ എത്തി. ബാങ്ക് കൊടുത്തെങ്കിലും ഒരുപാട് പേര് അവിടെ നോമ്പ് തുറക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ബാങ്ക് കൊടുത്തതിന് ശേഷമല്ല അവിടെ എത്തുന്നത്. അപ്പോൾ എല്ലാവരും എടുത്ത് കൊണ്ടുപോയി. എല്ലാവരുടെ കയ്യിലും എൻ്റെ കയ്യിലും പിന്നെ അതേപോലെ എളാമൻ്റെ കയ്യിലൊക്കെ കൂട്ടിയിട്ടുണ്ട്. എളാമക്കും ചെറിയൊരു മോളുണ്ട് കേട്ടോ. അപ്പോൾ ബേബീസിനെ ഒരാളെടുത്ത് കൊടുത്തിട്ട് ഞാനും ഉമ്മാനെ സഹായിക്കണമല്ലോ അതിങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രൈവർക്കും പിന്നെ നമ്മൾ നോമ്പ് തുറക്കാനൊക്കെ വെള്ളവും ഈത്തപ്പഴമൊക്കെ കൊടുത്തിട്ടു. അപ്പോൾ ഡ്രൈവർ നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ഏതായാലും നമ്മളിനി ഇപ്പോൾ അവിടെ പോയിട്ട് എല്ലാതും സെറ്റ് ചെയ്യണം. കാരണം അനിയനും ഓരോന്നും ഇല്ലാത്തതുകൊണ്ടാട്ടോ നമുക്ക് ഇത്രയും റിസ്ക് നമ്മളെന്നെ ഒക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഏതായാലും എല്ലാതും കൊണ്ടുപോയി നമ്മൾ അവിടെ പോയിട്ട് നോമ്പൊക്കെ തുറന്നിട്ടോ. അപ്പോൾ ഉപ്പ എത്തിയിട്ടില്ല. ഉപ്പ ഷോപ്പ് അടച്ച് വീട്ടിലേക്ക് എത്തുന്നതിനേക്കാളും ലോങ് ഉണ്ടല്ലോ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ഉപ്പ വരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോമ്പ് തുറന്ന് വെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടോ. ഇതൊക്കെ നമ്മൾ വലിയ ഐറ്റംസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഐറ്റംസും കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ ഭയങ്കര ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കാനും നിന്നിട്ടില്ല. കാരണം ബേബീസ് സമ്മതിക്കൂല. പിന്നെ നമ്മൾ ഓവറായിട്ടൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ. മന്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്നും നമ്മൾ ഒരുപാട് സംഭവങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ മക്കളൊക്കെ ആകെ ഷോക്കായിക്കുണ്ടോ എന്താ ഇപ്പോൾ സംഭവം വിചാരിച്ചിട്ട്. പിന്നെ അതിന് ബേബി കുറച്ച് സീനായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം അവിടെ നിന്ന് തന്നെ നിസ്കരിച്ചൊക്കെ ചെയ്തിട്ടോ. അങ്ങനെ വിരിച്ചിട്ട് അവിടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു സജ്ജീകരണമൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ പിന്നീടാട്ടോ കണ്ടത്. ലേഡീസ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടെൻറ്റ് പോലെ കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കളിതാ അവരുടെ സ്ഥിരം പരിപാടി ബീച്ചിൽ പോയാലുള്ള പരിപാടിയാണല്ലോ ഇത്. അപ്പോൾ അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് മക്കളെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് കയറി പോരാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അതിന് ബേബി ഉറങ്ങിട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഷിഫ്റ്റ് ആവണം. ഉപ്പ വന്നപ്പോൾ ഉപ്പ പറഞ്ഞു ഈ ഇരുട്ടത്ത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മെയിൻ എൻട്രിയിലേക്ക് പോവാട്ടോ. നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിലോട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ പോയിട്ട് സെറ്റ് ആവാന്ന് കരുതിയിട്ട് പോകട്ടോ. അപ്പോൾ എല്ലാതും കുറേ സാധനങ്ങളൊക്കെ ഉപ്പ വണ്ടിയിൽ വെച്ചിട്ട് കൊണ്ടുപോയി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഉള്ളിലൂടെ നടന്നു പോവുകയാണ് ചെയ്തത്. പിന്നെ ഇതാ അവിടെ ഒരു വലിയൊരു മജ്‌ലിസ് തന്നെ ഉണ്ട് കേട്ടോ. നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് അവിടെ ഒരുക്കിയിരിക്കണം. അപ്പോൾ അത് പേയ്മെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ഇതാട്ടോ. കുറേ റീൽസിലും ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമ്മളിത് അവിടെ ഈ ഒരു സ്ഥലത്ത് എല്ലാതും സെറ്റൊക്കെ ചെയ്തു. ബാക്കി കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ ചാർജ് തീർന്നു പോയി ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ ടാറ്റാ അസ്സലാമു അലൈക്കും ടേക്ക് കെയർ.